രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ പരിശീലകനാകും. നിലവിലെ പരിശീലകൻ രാജസ്ഥാൻ ഫ്രാഞ്ചൈസിയുടെ ഡയറക്ടർ ഓഫ് ക്രിക്കറ്റ് പദവിയും ഏറ്റെടുക്കും. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിവരങ്ങളുമായി. അനിൽ, മുൻപ് ക്യാപ്റ്റൻ ആയിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപ് ദ്രാവിഡ് RRന്റെ. അപ്പോൾ ഈ ഒരു മടങ്ങിവരവ് ഇതിൽ ഔദ്യോഗിക പ്രഖ്യാപനമായോ? ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ്. വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രാജസ്ഥാൻ റോയൽസ് ഫ്രാഞ്ചൈസിയുമായി രാഹുൽ ദ്രാവിഡ് ഇപ്പോൾ കരാർ ഒപ്പുവെച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ മെഗാ താരലേലം തുടങ്ങാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി ഏതൊക്കെ താരങ്ങളെ നിലനിർത്തണം, ഏതൊക്കെ താരങ്ങളെ ആവശ്യമുണ്ട്, ഏത് തരത്തിലുള്ള പദ്ധതിയാണ്, സ്ട്രാറ്റജിയാണ് ഒരുക്കേണ്ടത് എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വേണം. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ രാഹുൽ ദ്രാവിഡുമായുള്ള കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് രാജസ്ഥാൻ എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ വൈകാതെ വരും ദിവസങ്ങളിൽ തന്നെ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഔദ്യോഗികമായി രാഹുൽ ദ്രാവിഡിൻ്റെ കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനായ രാഹുൽ ദ്രാവിഡ 2020 ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെയാണ് പടിയിറങ്ങിയത്. അതിനുശേഷം അദ്ദേഹം IPL മടങ്ങി വരും എന്നുള്ള ഒരു വാർത്ത ഉണ്ടായിരുന്നു. ലക്നൗ അടക്കമുള്ള ടീമുകൾ അദ്ദേഹത്തിനായി ശ്രമിച്ചിരുന്നുവെങ്കിലും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പഴയ ടീമിലേക്ക് തന്നെ അദ്ദേഹം മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 2012-13 സീസണിൽ രാജസ്ഥാൻ റോയൽസ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു രാഹുൽ ദ്രാവിഡ. തൊട്ട് പിന്നാലെ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹം ടീമിൻ്റെ ഡയറക്ടറും ഒപ്പം തന്നെ മെൻഡർ സ്ഥാനങ്ങളിൽ 2 വർഷം തുടരുകയും ചെയ്തു. അതിനുശേഷം രാജസ്ഥാൻ ടീമിന് 2 വർഷത്തെ ബാൻ കിട്ടിയപ്പോഴാണ് ആ ഫ്രാഞ്ചൈസിൽ നിന്ന് മാറിപ്പോകുന്നത്. ഡൽഹി ടീമിലേക്കാണ് പോകുന്നത്. അവിടെ 2019 വരെ തുടർന്നു. അവിടെ നിന്നാണ് രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരു പടിവാതിലേക്ക് വരുന്നത്. ആദ്യം NCA ഡയറക്ടറും പിന്നീട് ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനുമായി മാറുന്നതും. എന്തായാലും രാഹുൽ ദ്രാവിഡ് IPL തിരിച്ചു വരുന്നു. രാജസ്ഥാൻ റോയൽസിന്റെ പുതിയ പരിശീലകനായി മാറുന്നു എന്നുള്ളതാണ്. ടീമിനെ സംബന്ധിച്ച് ആദ്യ IPL സീസണിൽ ഒരു കിരീടം നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതൊഴിച്ചാൽ പിന്നീട് ഒന്നിലേക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് ഈ 2-3 വർഷം മുൻപ് ഫസ്റ്റ് റണ്ണേഴ്സപ്പ് ആയിട്ടുണ്ട് എന്നതൊഴിച്ചാൽ. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചുവരവ് കൂടി പ്രതീക്ഷിക്കാം ടീമിന്റെ. തീർച്ചയായും രാജസ്ഥാൻ ഒരു അടിമുടി മാറ്റം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഉദ്ഘാടന സീസണിന് ശേഷം ഷെയ്ൻ വോണിന്റെ കാലഘട്ടത്തിൽ ആ കിരീടം നേടിയതിനു ശേഷം 2008 ആയിരുന്നു അത് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒറ്റ കിരീടം പോലും നേടാനായില്ല. കഴിഞ്ഞ തവണ 3-ാം സ്ഥാനക്കാരായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. പ്ലേ ഓഫിലേക്ക് മുന്നേറിയെങ്കിൽ പോലും സഞ്ജുവിന്റെ നേതൃത്വത്തിലുള്ള ടീം തോറ്റിരുന്നവരെ അതിന് മുന്നത്തെ തവണ റണ്ണറപ്പായി മാറുന്ന കാഴ്ചയും കണ്ടു. എന്തായാലും വലിയ മാറ്റം തന്നെയാണ്. കുമാർ സംഗകാരയെ ഒഴിഞ്ഞ് ആ പദവിയിലേക്കാണ് ഇപ്പോൾ രാഹുൽ ദ്രാവിഡ് വരുന്നത്. ശരി, അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.